ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതൊരു ഡിബേറ്റബിൾ വിഷയമാണെന്ന് പറയേണ്ടി വരും. ആരെങ്കിലും ഒരാൾ ചോദിക്കും ഏത് ദൈവം എന്ന്. പക്ഷേ ഡോഗ് ഈസ് ലവ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു തർക്കമില്ല. അപ്പോൾ ഒരു പരിധിവരെ ഇത് ശരിയാണ്, നമ്മളൊരു പട്ടിയെ കുറച്ച് സ്നേഹിച്ചാൽ അതിൻ്റെ 10 ഇരട്ടി നമ്മളെ തിരിച്ച് സ്നേഹിക്കും. പക്ഷേ ഇന്ന് ഒരുവിധം പട്ടികളൊക്കെ നമ്മളെ മനുഷ്യന്മാരെക്കാളും വളരെയധികം സ്നേഹിക്കപ്പെടുന്നുണ്ട്. ഈ മനുഷ്യന് പട്ടിയെ സ്നേഹിക്കുന്നതിൻ്റെ ലിമിറ്റ് എവിടെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയില്ല. കൊച്ചിയിൽ ഇപ്പോൾ കുറേ പെറ്റ് കെയർ സെൻ്ററുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ വീട് വിട്ട് പോകുമ്പോൾ നമ്മുടെ പട്ടിയെ നമുക്ക് അവിടെ കൊണ്ടാക്കിയിട്ട് പോകാം. ഒരു ദിവസം ചാർജ് ചെയ്യുന്നത് 1000 മുതൽ 1500 രൂപ വരെയാണ്. ഇവിടെയൊക്കെ പട്ടീനെ കൊണ്ടാക്കിയിട്ട് പോകാനും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു മാസം വരെയൊക്കെ ചില പട്ടീനെ അവിടെ ആക്കിയിട്ട് പോകും. ഒരു മാസം ഒരു പട്ടി അവിടെ നിന്നു എന്ന് പറഞ്ഞാൽ ചിലവ് 30,000 രൂപ മുതൽ 45,000 രൂപ വരെയാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ ബിടെക് പഠിച്ചതിൻ്റെ ചിലവ് ഇന്നലെയും കൂടി പറഞ്ഞു തീർന്നിട്ടില്ല. അവിടെ എനിക്ക് വർഷം 40,000 രൂപ ചിലവുള്ളൂ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പല പട്ടികളും പല മനുഷ്യന്മാരെക്കാളും വളരെ നല്ല രീതിയിലാണ് ജീവിക്കണമെന്നുള്ളത്. എൻ്റെ വീട്ടിൽ കുറേ പെറ്റുകളുണ്ട്, കുറച്ച് പെറ്റുകളുണ്ട്. ഇതിൽ തന്നെ വീടിനകത്ത് സഞ്ചാര സ്വാതന്ത്ര്യമുള്ള 2 ആൾക്കാരാണ്. ഒന്ന് ഗുൽമനും ഒന്ന് ചെക്കനും. ഗുൽമൻ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ പൂച്ചയാണ്. ചെക്കൻ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ പട്ടി. ഞാനിട്ട പേരാ ചെക്കൻ. അമ്മ അതിനെ സ്നേഹം കൂടുതലുകൊണ്ട് കുഞ്ഞൻ എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇതിൽ ഗുൽമൻ എന്ന് പറയുന്നത് അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിലാലില്ലേ, ബിഗ് ബിയിലെ ബിലാലിൻ്റെ പോലത്തെ ഒരാളവൻ. എവിടെ നിന്ന് വന്നു എന്ന് ഒന്നും അറിയില്ല. കൊച്ചിയിൽ ഒരു ദിവസം ബിലാലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു ദിവസം ഗുൽമനുണ്ട്. ഗുൽമൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ കാര്യങ്ങളോ ഒന്നും ആർക്കും അറിയില്ല. ഈ ഗുൽമൻ്റെ ആറ്റിറ്റ്യൂഡും കുറേയൊക്കെ ബിലാലിൻ്റെ പോലെ തന്നെയാണ്. അതായത് ഇവന് വേണ്ട സാധനങ്ങൾ ഇവൻ തന്നെ എടുത്ത് കഴിക്കും. ഇവന് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോവും. ഇവൻ സത്യത്തിൽ ഞങ്ങളുടെ ഒരു പെറ്റായിട്ട് ഇവനെ കൺസിഡർ ചെയ്തിട്ടില്ല. ഇവൻ്റെ ഒരു ധാരണയിൽ എനിക്ക് കുറച്ച് ഫണ്ട് വരാനുണ്ട്, അത് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ വാടക തന്നോളാം എന്ന് പറയണ ഒരു വാടകക്കാരൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവന്. ചെക്കൻ അങ്ങനെയല്ല. ചെക്കൻ 1 മാസം പ്രായമുള്ളപ്പോൾ തുടങ്ങി ഞങ്ങളുടെ കൂടെയുള്ളത്. അമ്മയുടെ ഫേവറേറ്റ് പെറ്റാണ് ചെക്കൻ. അമ്മയുടെ പിന്നാലേന്ന് ഇവൻ മാറില്ല. എപ്പോഴും അമ്മയ്ക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവൻ. പക്ഷെ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ പട്ടിക്ക് ഞാനും അവനും ആ വീട്ടിൽ തുല്യ സ്ഥാനക്കാരാന്നുള്ളൊരു ചിന്തയാണ്. ചില സമയത്ത് ഇവൻ്റെ ധാരണ ഇവൻ എന്നേക്കാളും വലിയ ആളാണ്. ഞാൻ മുഴുവനായിട്ട് അവനെ കുറ്റം പറയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നോക്കുമ്പോൾ ഞാനും അവനും ചെയ്യുന്ന കാര്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, എക്സെപ്റ്റ് അവ ആൾക്കാരെ കാണുമ്പോൾ കുരയ്ക്കും. ഇതുകൊണ്ടായിരിക്കും ചില സമയത്ത് ഇവന് എന്നെക്കാളും വലിയ ആളാണെന്ന് തോന്നുന്നത്. അത് കുറ്റം പറയാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ആരൊരു ബോൾ ഇട്ട് കൊടുത്താലും ഇവ ഓട്ടിപ്പോയി എടുക്കും. ഓട്ടിപ്പോയി എടുത്ത് അത് തിരിച്ചു കൊണ്ട്, അമ്മ ഒരു ബോൾ ഇട്ട് കൊടുത്ത് അവൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്, ഓട്ടിപ്പോയി അത് എടുത്തിട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കും. ഞാനൊരു ബോൾ ഇട്ട് കഴിഞ്ഞാൽ ഇവൻ തിരിഞ്ഞു നോക്കും, അല്ല നിനക്കെന്താ പണി, നിനക്ക് പോയി അത് എടുത്തുകൂടെ എന്നുള്ള ഒരു രീതിയിലാണ് ഇവൻ എന്നെ നോക്കണത്. ചില സമയത്ത് ഞാൻ ഉമ്മർത്ത് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ബോൾ കൊണ്ട് എനിക്ക് ഇട്ട് വരും. അപ്പം ഞാൻ വിചാരിക്കും ഇത് എറിഞ്ഞാൽ ഇവൻ പോയിട്ട് എടുത്തിട്ട് വരും. അല്ല, വെറുതെ ഇരിക്കണ്ട, പോയി കളിക്കുന്നു പറഞ്ഞിട്ട് ഇട്ട് വരുന്നതാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റെ പരിപാടികൾ. പോകെ എനിക്ക് ചെറിയ സംശയമായി തുടങ്ങി. സത്യത്തിൽ ചെക്കനുള്ളതാണോ കൺഫ്യൂഷൻ അതോ എനിക്കുള്ളതാണോ തെറ്റിദ്ധാരണ എന്നുള്ളത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് അമ്മ വന്നിട്ട് പറയാം, എടാ മോനെ നമ്മുടെ കുഞ്ഞിന് പറ്റിയൊരു പെൺപട്ടീനെ നോക്കണം. 32 വയസ്സായ അവിവാഹിതനായ ഞാനുള്ള വീട്ടിൽ ഈ നായൻ്റെ മോന് ഞാൻ പെണ്ണ് നോക്കണമെന്ന്. അപ്പോൾ എനിക്ക് ഇതിലൊക്കെ സംശയം. തുടക്കത്തിൽ ഞാൻ ഇവനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് അപ്പുവിൻ്റെയും സിനിമയിൽ കാളിദാസ് ജയറാം ബാലതാരമായിട്ട് വന്നിട്ടുള്ളത്, അതിൽ കാളിദാസ് ജയറാമും അനിയൻ ചെക്കനും തമ്മിലുള്ളൊരു ബന്ധം പോലെയായിരുന്നു തുടക്കത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. പിന്നെ എനിക്കിപ്പോൾ ഇനി ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ ചിലപ്പോൾ സ്പ്രേ അടിക്കും. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സംശയം എന്തായാലും തീർന്നു കിട്ടി, ആരാണ് വീട്ടിൽ പ്രധാനി എന്നുള്ളതിൻ്റെ ഒരു സംശയം എനിക്ക് മാറി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇവന് ചോറ് കൊടുക്കുമ്പോൾ അമ്മ പ്ലേറ്റിൽ ഇങ്ങനെ തട്ടി ഫാൻ്റെ ചുവട്ടിൽ വെച്ച് ചൂടാറ്റിയിട്ടൊക്കെ കൊടുക്കുള്ളൂ. അങ്ങനെയൊക്കെ കൊടുത്താലും കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റിൽ നോക്കിയപ്പോൾ വെള്ളരിയാണ്, അവിടെ ഇവിടെ കുറച്ച് കറുത്തരിയൊക്കെ ഉള്ള വെള്ളരി. ഇവൻ്റെ പ്ലേറ്റിൽ നല്ല ചുവന്ന മട്ടരി. ഞാൻ അമ്മ എടുത്ത് ചോദിച്ചു, അമ്മ ഇത് ഇവൻ്റെ കുഞ്ഞൻ്റെ പ്ലേറ്റിൽ മട്ടരിയാണല്ലോ എന്ന് ചോദിച്ചു, ചുവന്നരിയാണല്ലോ എന്ന് ചോദിച്ചു. അമ്മ പറയാടാ, അത് നമ്മുടെ കുഞ്ഞൻ റേഷനരി തിന്നില്ല.